ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി മീഷോ ഹോൾ വീഡിയോ ആണ്. അപ്പം കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് മീഷോന്ന്. അപ്പോൾ ഐ തോട്ട് ഓഫ് അൺബോക്സിംഗ് ഇറ്റ് നിങ്ങളെ കാണിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ. ഭയങ്കര റീസണബിൾ പ്രൈസസിനാണ് ഞാൻ ഇത്രയും ഇതാ നോക്കൂ. ഇതിൽ ആക്ച്വലി ഞാൻ യൂഷ്വലി എപ്പോഴും മീഷോന്ന് ഡ്രസ്സസ് ആണ് മേടിക്കാറ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് എൻ്റെ ക്രാഫ്റ്റിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേപ്പർ കട്ടർ, വാഷി ടേപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത്. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ് ഓൾസോ. സോ നമുക്ക് നമ്മളെ ഫസ്റ്റ് ബോക്സ് തുറന്ന് നോക്കാം കേട്ടോ. സോ ഇത് പേപ്പർ കട്ടർ ആണ്. സോ മീഷോ തന്നെ ഓർഡർ ചെയ്താണ്. എനിക്ക് ഇതിൻ്റെയൊക്കെ കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല, ബിക്കോസ് കുറച്ചധികം ദിവസമായി ഞാനിത് മേടിച്ച് വെച്ചിട്ട്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കുറച്ചധികം വൈകിപ്പോയത്. അപ്പം ഞാൻ ഇന്ന് എത്ര പ്രൈസ് ആയി ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് ഞാൻ കറക്റ്റ് പ്രൈസ് പറയില്ല, അല്ല ബിക്കോസ് എനിക്ക് കറക്റ്റ് പ്രൈസ് അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോയാലോ. സോ യാ, സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത പേപ്പർ കട്ടർ. ഇത് മറ്റേ വലിയ സാധനമല്ല, ദിസ് ഇസ് എ മിനി പേപ്പർ കട്ടർ. ഇത് ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. സോ ഇത് നല്ല സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആക്ച്വലി ഞാൻ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്, കിട്ടിയത് വയലറ്റ് കളറാണ്. പക്ഷെ ഐ മീൻ ലാവൻഡർ ഷെയ്ഡാണ്. പക്ഷെ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് കളർ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് എനിക്ക് സന്തോഷം. ഇതിന് ഒരു 10 ഐ വുഡ് ഗിവ്. ഞാനിത് ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ട് ബാക്കി, അതായത് ഇതിന്റെ ക്വാളിറ്റി വൈസ്, ക്വാളിറ്റി അപ്പിയറൻസ് ഒക്കെ വെച്ച് ഞാൻ വേണമെങ്കിൽ ഇതിനൊരു 10 ഒരു 9.5 കൊടുക്കും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് നമ്മൾ എന്ത് തുറക്കും? ഇത് തുറക്കാം. ദിസ് ബോക്സസ് വാഷി ടേപ്സ് ആണ്, അതായത് 10 പീസ് വാഷി ടേപ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, തുറക്കാം. ഇതെവിടെ ഇതാ. ഓക്കെ, വളരെ കുട്ടി സാധനമാണ്, പക്ഷെ ലുക്സ് വെരി എസ്തെറ്റിക്. സോ തുറന്നു നോക്കട്ടെ കേട്ടോ. ഇതിന് ഒരു എത്രയാണ് എനിക്ക് തോന്നുന്നു, ഇത് ഞാൻ മേടിച്ചത് എത്ര രൂപയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ദിസ് വാസ് ഓൾസോ ഫോർ റീസണബിൾ പ്രൈസ് ഐ ഗോട്ട് ദിസ്. ബിക്കോസ് ഞാനിത് ഇവിടെ മാർക്കറ്റിൽ പോയി ചോദിച്ചപ്പം കുറച്ച് അത്യാവശ്യം റേറ്റ് ആണ്. അതായത് ഒരു പീസിന് തന്നെ 10-20 രൂപ കണ്ടുവാ പറഞ്ഞത്. സോ ദിസ് വാസ് വെരി റീസണബിൾ. അപ്പോൾ വാഷി ടേപ്പിന് ഞാനൊരു 10 ഐ വിൽ ഗിവ് ഇറ്റ് ഒരു 9.5 അല്ല 10/10 ഞാൻ കൊടുക്കും. നെക്സ്റ്റ്, ഇതെന്ത് സാധനമാണോ എന്തോ. ഇത് എനിക്ക് തോന്നുന്നു ക്ലിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച്. സോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്ഷമയില്ല ഇതൊന്നും പതിയെ തുറക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം ദിവസമായി ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. സോ എനിക്ക് ഒരു ആക്രാന്താണ് ഇതെല്ലാം തുറന്ന് എങ്ങനെയാണോ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ഒരു കാണാനുള്ള ഒരു ആകാംക്ഷയാണ്. സോ എന്നാലും അയ്യോ ഇത് എവിടെ ഇത്? ഓക്കെ, ഇതിലൊന്നും ഇല്ലേ, പറ്റിച്ചവരെന്നെ. അയ്യോ, ഓ നൈസ്, ഐ ലവ് ഇറ്റ്. ഇതിനെന്തോ 100 ആ ഒരു ബിലോ 200 ആ ഒരു റേഞ്ചാണ് കേട്ടോ ഇതിന് വന്നത്. ദിസ് ഇസ് സോ ഗുഡ്. നോക്കൂ ഗൈസ്, ബ്രൗൺ, എല്ലാം ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് മേടിച്ചത്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ക്ലിപ്പാണ്. ദിസ് ഇസ് എ ബ്രൗൺ വൺ ആൻഡ് ദിസ് ഇസ് അഗെയിൻ എ ബ്രൗൺ. എന്ത് ബ്രൗൺ ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആൻഡ് ദിസ് എല്ലാം ക്ലോ ക്ലിപ്സ് ആണ് കേട്ടോ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇത് എന്നെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. സോ ഇതിന് ഞാനൊരു 10/10 കൊടുക്കും. ബിക്കോസ് സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്ത സെയിം സാധനം തന്നെയാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു വേറെ വല്ല കളറോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഇനി ഇത് എന്താണെന്ന് എനിക്ക് അറിയാം. യെസ്, ഇറ്റ് ഇസ് എ മിനി ഹാൻഡ് ഫാൻ. സോ ഇതൊരു എത്രയായി? എനിക്ക് തോന്നുന്നു ഒരു 200 ആ ഒരു റേഞ്ചാണ്. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വന്ന ദിവസമേ എനിക്ക് തുറക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഐ വാസ് കൺട്രോളിങ് മൈ സെൽഫ്. അങ്ങനെ ഇന്നാണ് ഞാൻ ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കണേ. കമ്മി ദൈവമേ, ഈ ഫാനൊക്കെ എത്ര കാലം അനങ്ങുമോ എന്തോ ദൈവത്തിന്. ഓ ഗൈസ്, ചതിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഞാൻ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് കിട്ടിയത് നീലയാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ട് കളർ. എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ദേ കറങ്ങുന്നു. ഇത് സോ ഗുഡ്. ദേ നോക്കൂ ഗൈസ്, ഈ ഫാൻ ശരിക്കും അനങ്ങുന്നുണ്ട്. ഇത് സോ ക്യൂട്ട്. കൊള്ളാം, എനിക്കിത് ഇഷ്ടമായിട്ടോ. ഞാനിത് ആക്ച്വലി എന്തിനാ മേടിച്ചതെന്ന് വെച്ചാൽ, ഈ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂട് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ എടുക്കാൻ തുടങ്ങും. അപ്പൊ ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് കാറ്റെങ്കിലും അറ്റ്ലീസ്റ്റ്, പ്രത്യേകിച്ച് ഈ ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ ഇത് സോ ഗുഡ്. ഡേ ഇതിന്റെ ഇവിടെ USB ചാർജിങ് കേബിളിന്റെ അകത്തും കണ്ടിട്ട് കേബിളും ഉണ്ട്. വാവ്,
ഐ ലവ് ദിസ് ഫാൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഫാനിന്റെ അകത്ത് നിന്ന് എന്തോ പൊടി പിടിച്ച മണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് വെരി ക്യൂട്ട്. ഞാൻ പിങ്ക് ആണ് ആക്ച്വലി ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് കിട്ടിയ നീലയായിപ്പോയി. പക്ഷെ എനിക്ക് ഈ നീല ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ എന്റെ അടുത്ത പ്രൊഡക്റ്റിനും ഞാൻ കൊടുക്കുന്നു 10ൽ. അവരെ ഞാൻ ഉദ്ദേശിച്ച കളർ തരാത്തോണ്ട് ഞാൻ അവർക്കൊരു 9.5. ഇതെന്തത്? ഓ സോറി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവസാനത്തിലോട്ട് എത്താറായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താങ്ക് യു സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇതിന്റെ കവർ ആക്ച്വലി എനിക്കൊരു വർക്ക് കിട്ടിയപ്പം അതിലൊട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കർ എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ ഞാൻ എന്റെ പാക്കേജിംഗ് നിങ്ങൾക്ക് നേരത്തെ പൊട്ടിച്ചു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പീസ് താങ്ക് യു സ്റ്റിക്കേഴ്സ് ആണ്. ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഒരെണ്ണം ഒരു ബ്ലാക്ക് ഇൻ ഗോൾഡൻ, പിന്നെ അതാ ഒരു ബ്ലാക്ക് ഇൻ ഗോൾഡിന്റെ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു പിങ്ക് ഇൻ ബ്ലൂ ഷെയ്ഡ്, ഒരു പിങ്ക് കംപ്ലീറ്റ് പിങ്ക് ഷെയ്ഡിന്റെ ഉണ്ട്, പിന്നെ എന്താണ് ഒരു കുറെ പിങ്കും വയലറ്റും ഒക്കെ ഷെയ്ഡ് മിക്സ്, ഇതൊരു ലാവൻഡറും ഡാർക്ക് വയലറ്റും മിക്സ്ഡ്. അങ്ങനെ ഇതിന്റെ തന്നെ എല്ലാം കൂടിയും കൂട്ടി ഒരു 100 പീസ് താങ്ക് യു സ്റ്റിക്കേഴ്സ് ആണ്. ഇതും എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി, കാരണം എനിക്ക് പാക്കിംഗ് ഗിഫ്റ്റ്സ് ഒക്കെ ഓർഡർ കിട്ടുമ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഒട്ടിക്കാൻ. ഓക്കെ അപ്പൊ അതിനും ഐ വുഡ് ഗിവ് ലൈക്ക് അറൌണ്ട് 10 on 10 വാട്ട് എവർ. ഇതെന്ത് സാധനം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇതെന്ത് സാധനം ദീമി, ഇതെന്ത് ഇത്രയും കുഞ്ഞു സാധനം മേടിച്ചതിന് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ആൽക്കഹോൾ മാർക്കേഴ്സ് മേടിച്ചിട്ടുണ്ടേ. അതാകുമ്പോൾ നമുക്ക് ഈ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇറ്റ് വുഡ് ബി മോർ ഈസിയർ ടു ഡ്രോ പെയിന്റ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെ ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ കർത്താവേ. ഓക്കെ, യെസ് ഇതാ സാധനം തന്നെ. അമ്മേ സോറി ഗൈസ്, എനിക്ക് കുറച്ച് ക്ഷമ നഷ്ടപ്പെട്ടു തുടങ്ങി, അതുകൊണ്ടാണ് ഞാനിത് വലിച്ചു പറിച്ച് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽക്കഹോൾ മാർക്കേഴ്സ്. ലുക്ക് അറ്റ് ദിസ് ക്യൂട്ട് കവായി ഓവർ ഹിയർ. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്കൊരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഭംഗി നോക്കിയല്ലോ, നമുക്കിത് വരച്ചു നോക്കാം. ഇതെപ്പോ എവിടെ വരയ്ക്കും ഞാൻ? ഐ ലവ് യു. കൊള്ളാം. ഇത് നമ്മുടെ നോർമൽ സ്കെച്ച് ആണ്. ഇത് ഡബിൾ സൈഡഡ് ആണ്. ഇവിടെ നോർമൽ സ്കെച്ചും ഇവിടെയാണ് ആൽക്കഹോളിംഗ് വരുന്നത്. ഇനി നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ്, ഇത് ആക്ച്വലി നല്ലതാണ്, പക്ഷെ ഞാൻ കുറച്ച് കുണ്ടും കുഴിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് എഴുതിയതുകൊണ്ട് അത് ശരിക്കും വന്നില്ല. ബട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ സംഭവം ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇതിനും ഈ പെട്ടിയൊക്കെ കുറച്ച് പൊടി പിടിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ബട്ട് സാധനം കൊള്ളാട്ടോ. എല്ലാം വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം വർക്കിംഗ് ആണോ എന്ന്. എന്നാലും ഐ വുഡ് ഗിവ് ഫോർ ദിസ് ക്യൂട്ട് ബോക്സ് ഒരു 8 കൊടുക്കാം അല്ലേ? ഒരു 8 on 10 ഐ വുഡ് ഗിവ് ഫോർ ദിസ്. സോ അങ്ങനെ നമ്മളുടെ പകുതി മുക്കാൽ സാധനങ്ങളും തുറന്നു. ആൻഡ് ഇനി നമുക്ക് 3 സാധനങ്ങളും കൂടി ഉള്ളൂ. ഇത് കുറച്ച് പേപ്പർ ഫില്ലേഴ്സ് ആണ്, റെഡ് കളർ പേപ്പർ ഫില്ലേഴ്സ്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് അതുപോലെ തന്നെ ആയിരിക്കും. ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇത് സെയിം മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം തന്നെയായിരിക്കും. നത്തിങ്, പുതുമയൊന്നും ഉണ്ടാവില്ല ഇതില്. സോ എന്തായാലും എല്ലാം ഒരുമിച്ച് തുറന്ന സ്ഥിതിക്ക് ഇതും തുറന്നു നോക്കാം. ഓക്കെ, ആക്ച്വലി എനിക്കൊരു കോൾ വരുന്നു ഗൈസ്. ഒരു മിനിറ്റ്. ഹായ് ഗൈസ്, അപ്പൊ ഞാൻ നേരത്തെ എനിക്ക് ആ കോൾ വന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. പിന്നെ ഞാൻ അവരുടെ പുറത്തൊക്കെ പോയി. ഇപ്പോൾ 7:30 ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത് 4 മണിക്ക് അങ്ങാണ്ടുമായിരുന്നു. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ നിർത്തിയത് പേപ്പർ ഫില്ലേഴ്സിലായിരുന്നു. അപ്പൊ ഇതാണ് പേപ്പർ ഫില്ലേഴ്സ്. മെയിൻലി നമ്മൾ ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് സ്പേസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേപ്പർ ഫില്ലേഴ്സ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. ഓർഡർ ചെയ്ത സാധനം തന്നെയായിരിക്കും കിട്ടിയത്. ഐ തിങ്ക് എനിക്ക് മെറ്റീരിയൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇത് പേപ്പർ തന്നെയാണോ അതോ നമ്മളുടെ മറ്റൊരു ക്രെപ്പ് പേപ്പർ ഉണ്ട്. ഇത് ക്രെപ്പ് പേപ്പർ ആണോ അതോ നമ്മൾ നോർമൽ കളർ പേപ്പർ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഓക്കെ, നോ ഇത് സാധാരണ കളർ പേപ്പർ തന്നെയാണ്. ഓക്കെ, സോ ഇതും എനിക്ക് ഇഷ്ടമായി. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഐ കുഡ് ലൈക്ക് ഫിൽ ഇൻ വിത്ത് ലൈക്ക് ഒരു 10-15 ഹാമ്പേഴ്സ് ചെയ്യാനുള്ള അത്രയും ഫില്ലേഴ്സ് ഉണ്ട് ഇതിൽ. സോ ഇതിന് ഞാൻ ഐ വുഡ് ഗിവ് മേ ബി 9 on 10 ബിക്കോസ് ഞാൻ ഫുള്ള് തുറന്നിട്ടില്ല. ബിക്കോസ് തുറന്നു കഴിഞ്ഞതെല്ലാം ഇവിടെ ചാടും, പിന്നെ അതൊക്കെ ഞാൻ പറക്കേണ്ടി വരും. സോ ദിസ് തിങ്. ഹലോ ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്ന് മൈക്ക് ഓഫായി പോയി. ഞാൻ അവിടെ ഇരുന്ന് കാര്യമായിട്ട് പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. സോ ഇത് 2 കുർത്ത സെറ്റ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റാണ് ഓപ്പൺ ആക്കി നോക്കിയത്. ഇതൊരു 300 റേഞ്ചിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. കോട്ടൺ കുർത്ത തന്നെയാണ് കേട്ടോ രണ്ടും. അപ്പോൾ എനിക്ക് ഈ സെറ്റ് ഇഷ്ടമായി. കറക്റ്റ് ഫിറ്റൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാനൊരു കാര്യം, ഞാൻ വീനെക്ക്
എടുത്തത് തന്നെ കുറച്ച് ഇറങ്ങിയിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ സെറ്റിൻ്റെ വീനൊക്കെ കുറച്ച് കയറിയായിരുന്നു വരുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതല്ലാണ്ട് എല്ലാം നൈസായിരുന്നു. പിന്നെ പാൻറ്റ് കുറച്ച് ലെങ്തി ആയിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ഈ സെറ്റിന് ഒരു 9.5/10 കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെറ്റാണെങ്കിലും നൈസാണ്, കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ ടോപ്പ് കുറച്ചധികം ലൂസായോ എന്നെനിക്കൊരു സംശയമില്ല എന്നില്ല. പിന്നെ ഇതിൻ്റെ നമ്മളുടെ നെക്കിൻ്റെ അവിടെയാണെങ്കിലും കൈയുടെ സ്ലീവിൻ്റെ അവിടെയാണെങ്കിലും പാൻറ്റിൻ്റെ പ്രിൻറ്റിൻ്റെ ഒരു പീസും അതിൻ്റെ അറ്റത്ത് അവരൊരു ഗോൾഡൻ ലേസും പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഗോൾഡൻ ലേസ് പിടിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അതല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോപ്പ് കുറച്ച് ലൂസായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രമുള്ളൊരു പ്രശ്നമായിട്ട് തോന്നി. ഇതിൻ്റെ പാൻ്റ് ആണെങ്കിലും കറക്റ്റ് ഫിറ്റായിരുന്നു. സോ അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ മീഷോ പർച്ചേസ് വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye bye and take care.